रहता वहाँ, नीले आसमां के पार जाएंगे, मेरा यीशु रहता वहाँ। हम मिलेंगे बादलों पर, हम मिलेंगे बादलों पर, देखेगा सारा जहां। हम मिलेंगे बादलों पर, हम मिलेंगे बादलों पर, देखेगा सारा जहां। उसका कोई भी वादा न होगा तुरा, हर एक वादा उसका होता है पूरा, उसका कोई भी वादा, उसका कोई भी वादा न होगा अधूरा। हर एक वादा उसका होता है पूरा, उसका कोई भी वादा। उसके आना का वादा भी होगा पूरा, देखेगा सारा जहां, उसके आने का वादा भी होगा पूरा, देखेगा सारा जहां। हम मिलेंगे बादलों पर, हम मिलेंगे बादलों पर, हमें देखेगा सारा जहां। नीले आसमां के पार जाएंगे, मेरा यीशु रहता वहाँ। नीले आसमां के पार जाएंगे, मेरा यीशु रहता वहाँ। हम मिलेंगे बादलों पर, हम मिलेंगे बादलों पर, हमें देखेगा सारा जहां, वो देखेगा सारा जहां। Praise the Lord. Hallelujah. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ തലകളെ വണക്കാം. നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാമെന്ന സമയം മുതൽ ഈ സമയം വരെയും കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ നമ്മെ ഇരുത്തിയല്ലോ. നമ്മൾ ഒരുമിച്ച് ഇന്ന് പകലിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എല്ലാവരും കണ്ണുകളെ അടച്ച് അല്പനിമിഷം സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കണം. ഓരോ വിഷയങ്ങൾ ഞാൻ പറയുമ്പോൾ ആ വിഷയത്തിന് എല്ലാവരും ചേർന്ന് സ്തോത്രം പറയണം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ കുടുംബങ്ങൾക്കായി ഇന്ന് പകലിൽ സ്തോത്രം ചെയ്യാം. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പകലിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആലയത്തിൽ ഇവിടെ ഉള്ളവരും യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, ദൂരവേ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അവരെല്ലാവരെയും ഓർത്ത് ഇന്ന് പകൽ എല്ലാ പ്രിയപ്പെട്ടവരും സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. രോഗക്കിടക്കയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, ക്ഷീണത്തിലിരിക്കുന്നവരുണ്ട്, അവരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് ഓർക്കുന്ന വിടുതലിനായി നമുക്ക് നന്ദി പറയാം. വാർദ്ധക്യ സഹജമായ ക്ഷീണങ്ങളിരിക്കുന്ന മാതാപിതാക്കളുണ്ട്, ഇവിടെയും നാട്ടിലുമായിരിക്കുന്നവരുണ്ട്, അവരെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് ആ പ്രിയപ്പെട്ടവർക്ക് ആശ്വാസവും ധൈര്യവും നൽകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. യാത്രയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ ക്ഷേമത്തോടെ കർത്താവ് അവരെ കൂട്ടി വരുത്തട്ടെ. അവരുടെ യാത്രയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആഴ്ചയിൽ യാത്ര ചെയ്യുന്ന പ്രിയപ്പെട്ടവരുണ്ട്, അവരുടെ യാത്രയിലും കർത്താവിൻ്റെ സാന്നിധ്യം കൂടെ ഇരിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ഇന്ന് പകലൊന്ന് സ്തോത്രം ചെയ്യാമല്ലോ. സ്തോത്രം, 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 സ്തോത്രം. ഗ്യാബിക്ക് കൊടുത്ത വിടുതലിനായി പ്രൊട്ടക്ഷനായി നമുക്ക് ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നവരുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവർ ജോലിക്ക് പോകുന്നവരുണ്ട്, അവരെല്ലാവരെയും കർത്താവ് ഇന്ന് പകലിൽ സൂക്ഷിക്കട്ടെ. ദൈവത്തിന്റെ സാന്നിധ്യം അവരോട് കൂടെ ഇരിക്കേണ്ടതിന് നമുക്ക് സ്തോത്രം ചെയ്തെന്ന് പകലിൽ പ്രാർത്ഥിക്കാം. പ്രിയ ഷാരണ് കൊടുത്ത വിടുതലിനായി നമുക്കൊന്ന് സ്തോത്രം ചെയ്യാമോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് പൂർണ്ണമായ സൗഖ്യം ഇന്ന് പകലിൽ നൽകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയ ബോബി സിസ്റ്ററിന്റെ മാതാവ്
ഈ വരുന്ന വെള്ളിയാഴ്ച ന്യൂയോർക്കിലേക്ക് യാത്ര ചെയ്യുവാൻ താല്പര്യത്തോടെ ഇരിക്കുന്നു. ആമൻ. ആ യാത്ര ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കേണ്ടതിന്, ആമൻ, പ്രിയ മാതാവിനെ കർത്താവ് ശാരീരികമായി ബലപ്പെടുത്തേണ്ടതിന് ഇന്ന് പകലെല്ലാം പ്രിയപ്പെട്ടവരൊന്ന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിന്റെ സാന്നിധ്യം അവരോട് കൂടെ, ആമൻ, പ്രിയ മാതാവിനോട് കൂടെ ഇരിക്കേണ്ടതിന്, ആമൻ, നമുക്ക് ഒരുമിച്ച് ഇന്ന് പകലിൽ പ്രാർത്ഥിക്കാമല്ലോ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോബിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഗുജറാത്തിലുള്ള അവരുടെ ശുശ്രൂഷകൾക്കായി, ദൈവസഭയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അവിടെയുള്ള പീഡനത്തിന്റെ വാർത്തകൾ, പെർസിക്യൂഷന്റെ വാർത്തകൾ നമ്മൾ കേട്ടല്ലോ. ആമേൻ. ബ്രദർ പ്രതാപ് സിംഗിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തട്ടെ. ആമേൻ, ആമേൻ. എത്രമാത്രം എതിർപ്പുകൾ ഉണ്ടാകുന്നു അത്രമാത്രം ദൈവത്തിന്റെ കരം അവിടെ ചലിക്കട്ടെ. ആമേൻ. ആത്മാക്കൾ വിടുവിക്കപ്പെടട്ടെ. ദൈവസഭകൾ ഉണരേണ്ടതിന് ഇന്ന് പകൽ എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം, 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 സ്തോത്രം. അങ്ങനെ മിഷണറിമാരായി കടന്നുപോയിരിക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്, അനേക ആമേൻ, ആമേൻ, മിഷൻ സഭകളുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ആ ദൈവസഭകളിലെല്ലാം ഈ കാലഘട്ടത്തിൽ കർത്താവ് വലിയ ഉണർവ് വരുത്തട്ടെ. ആമേൻ, ആമേൻ. ആത്മാവിൽ അവർ എഴുന്നേൽക്കേണ്ടതിന്, തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ തളർന്നു പോകാതെ, ആമേൻ, ദൈവശക്തിയിൽ നിൽക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ഇന്ന് പകൽ സ്തോത്രം ചെയ്ത് ആമേൻ പ്രാർത്ഥിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഈ ആഴ്ചയിൽ ശനിയാഴ്ച, ആമേൻ, പ്രിയ ജോയലിന്റെ എൻഗേജ്മെന്റ് നടക്കുന്നല്ലോ. ആമേൻ, ഫിലദൽഫിയ വെച്ച് നടക്കുന്നു. ആമേൻ. ആ എൻഗേജ്മെന്റ് ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന് ഇന്ന് പകൽ നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. അങ്ങനെ എല്ലാ വിഷയങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്കിന്ന് പകലിൽ സ്തോത്രം ചെയ്യാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. അഭിഷേകത്താൽ കർത്താവ് നിറയ്ക്കട്ടെ. ആത്മാവിനാൽ കർത്താവ് വഴി നടത്തട്ടെ. അവരുടെ ഡെയിലി, ആമേൻ, ആമേൻ, ജീവിതത്തിൽ ആവശ്യമായ ദൈവത്തിന്റെ കൃപ കർത്താവ് അവർക്ക് പകർന്നു കൊടുക്കേണ്ടതിന് ഇന്ന് പകൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ശരീരത്തിൽ, ആമേൻ, ഭാരപ്പെടുന്ന, അസുഖങ്ങളാൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ടി ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എല്ലാവരും ആത്മാവിൽ അല്പനിമിഷം ഒന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരും സ്തോത്രം ചെയ്ത് ആത്മാവിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം ഇന്ന് പകലിൽ, ആമേൻ, അവൻ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. അവന്റെ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. 1-2 നിമിഷങ്ങളിലൂടെ മുന്നോട്ട് പോയാലും ഇന്ന് പകലിൽ ആത്മാവിൽ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഭയപ്പെട്ടു പോകണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഭ്രമിച്ചു നോക്കണ്ട. ആമേൻ. ഞാൻ നിന്നെ കരുതുന്ന ദൈവം, ഞാൻ നിന്നെ സഹായിക്കുന്ന ദൈവം, ഞാൻ നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നിന്റെ നാളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് പകലിൽ ആ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചത് സ്തോത്രം ചെയ്താട്ടെ. ദൈവസഭയുടെ ശ്രദ്ധേറിയ പ്രാർത്ഥന ഈ കാലഘട്ടങ്ങളിൽ, ആമേൻ, ആമേൻ, ആവശ്യമാണ്. ഇന്ന് പകൽ ആരും മടിച്ചിരിക്കാതെ, ആരും തളർന്നിരിക്കാതെ ഇന്ന് പകൽ ആത്മാവിൽ അല്പനിമിഷം ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോയി. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ്